Hanging is one of the best stretches for your body. This simple exercise can potentially save your life. നമ്മളിത് നോക്കാൻ പോകുന്നത് ഡെഡ് ഹാങ്. ഞാൻ നിൽക്കുന്നുണ്ടല്ലേ, ഡെഡ് ഹാങ്. ഇതിൻ്റെ ഇൻക്രെഡിബിൾ ബെനിഫിറ്റ്സും അതെങ്ങനെയാണ് നിങ്ങളെ ഹെൽത്തിനെ ഫിറ്റ്നസ്സിനെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്നത്തെ ടോപ്പിക് അതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കംപ്ലീറ്റ് വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ ടോപ്പിക്. ഡെഡ് ഹാങ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർ ടെക്നിക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിന്ന് വീഡിയോ എടുക്കുന്നത് പുറത്താണ്. സോ എന്തെങ്കിലും സൗണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. സോ ടു ഷോ ദ ഡെഡ് ഹാങ് എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ പുറത്താണ് അത് ചെയ്തേക്കുന്നത്. ഹാങ് ചെയ്യാനുള്ള ഈ കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. സോ ലെറ്റ് സി ഹൗ വി ക്യാൻ ഡു എ ഹെഡ് ഹാങ്. നമ്മൾ ഫസ്റ്റ് നമ്മൾ കമ്പിയിൽ ഈ കൈ തൊട്ട് നിൽക്കുന്ന രീതിയിൽ താഴെ ഒരു സപ്പോർട്ട് ആദ്യം ക്രിയേറ്റ് ചെയ്യുക. ഒരു സ്മോൾ സ്റ്റൂളോ എന്തെങ്കിലും നല്ല ബലമുള്ള എന്തെങ്കിലും നമുക്ക് കയറി വയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രിക്സോ എന്തെങ്കിലും ഉപയോഗിക്കുക. സോ ദാറ്റ് നമുക്കിത് ആദ്യം ജസ്റ്റ് ഇങ്ങനെ കൈ എക്സ്റ്റെൻഡ് തൊടാൻ പറ്റണം. ഏതിൽ ഹാങ്ങിങ് ചെയ്യുന്ന ഓവർ ഹെഡ് ആയിട്ടുള്ള ബാറിലോ എനിത്തിങ് ഹാങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്ത് സാധനമായിരുന്നാലും അതാണ് ഫസ്റ്റ് തിങ്. വൺസ് ഇത് കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ കാല് നീട്ടി എക്സ്റ്റെൻഡ് ചെയ്ത് ഫസ്റ്റ് ഹോൾഡ് ചെയ്യുക. ഓവർ ഹെഡ് ഗ്രിപ്പ് എങ്ങനെയാണ്, നമ്മുടെ ഷോൾഡർ വിഡ്ത്ത് അപ്പാർട്ട് നമ്മൾ ഓവർ ഹെഡ് ഗ്രിപ്പ് ചെയ്യുക. വൺസ് നിങ്ങൾ ഈ ഷോൾഡർ ഹെഡ് എടുത്താൽ ഓവർ ഗ്രിപ്പ് ഹിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ തംസ് നമ്മൾ റൗണ്ട് ചെയ്ത് ഗ്രിപ്പിന് വേണ്ടി പിടിക്കുക. പിടിച്ചതിന് ശേഷം ബാക്ക് ആർച്ച് ചെയ്യാതെ കോറ് ടൈറ്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ടിൽ നിൽക്കുന്ന അവിടെ നിന്ന് പതുക്കെ കാല് സ്വൈപ്പ് ചെയ്ത് മാറ്റുക. ഞാൻ എന്താ ഹോൾഡ് ചെയ്തു, സ്വൈപ്പ് ചെയ്ത് മാറ്റി, ഹോൾഡ് ചെയ്യുക. ഇതാണ് ഡെഡ് ഹാങ്. സോ ഇത് ചെയ്യുമ്പോൾ ഒരേ ഒരു കാര്യം നിങ്ങൾ നോക്കേണ്ടത്, ഫസ്റ്റ് ഭയങ്കര ബലക്കുറവായിട്ട് തോന്നും, എയിം ഫോർ 10 സെക്കൻഡ്സ്. അതങ്ങനെ ദിവസവും ചെയ്ത് നമ്മുടെ ടാർഗറ്റ് ഇസ് 90 സെക്കൻഡ്സ്. അത് അച്ചീവ് ചെയ്യാൻ നോക്കണം, വിച്ച് ഹാസ് ഇൻക്രെഡിബിൾ ബെനിഫിറ്റ്സ് വൺസ് യു സ്റ്റാർട്ട് ഡൂയിങ് ദാറ്റ്. സോ ഇതാണ് ഡെഡ് ഹാങ്. ഡെഡ് ഹാങ് ചെയ്ത് എങ്ങനെ നോക്കിയില്ലെങ്കിൽ അതിൻ്റെ 2 വേരിയേഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വേരിയേഷൻ എന്ന് പറയുന്നത് പാസീവ് ഹാങ് ആണ്. സിമിലർ, നമ്മൾ എന്താ ചെയ്തത് സെയിം തന്നെയാണ്, നേരത്തെ പറഞ്ഞ എല്ലാ സ്റ്റെപ്സും ചെയ്യുക. പാസീവ് ഹാങ് ചെയ്യാനായിട്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഹാങ് ആയതിനു ശേഷം ഈ ഷോൾഡേഴ്സിനെ സിങ്ക് ചെയ്യുക, ബോഡിയെ റിലാക്സ് ചെയ്ത് സിങ്ക് ചെയ്യുക. അപ്പോൾ ഷോൾഡർ നമ്മുടെ ഇയേഴ്സിനോട് ടച്ച് ആവുന്ന സമയത്ത് ആ ടെക്നിക്കാണ് ഇറ്റ്സ് കോൾഡ് എ പാസീവ് ഹാങ്. ഇപ്പം ഞാനത് കാണിക്കുന്ന പോലെ നല്ല റിലാക്സ് ചെയ്ത് പാസീവ് ഹാങ്. ദിസ് ഇസ് കോൾഡ് പാസീവ് ഹാങ്. അപ്പോൾ രണ്ടാമത് നോക്കാൻ പോകുന്ന വേരിയേഷൻ എന്ന് പറയുന്നത് ആക്റ്റീവ് ഹാങ്. സോ ആക്റ്റീവ് ഹാങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പാസീവ് ഹാങ്ങിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആക്റ്റീവ് ഹാങ്ങിലോട്ട് പോകണം. ആക്റ്റീവ് ഹാങ്ങിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് പാസീവ് ഹാങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഷോൾഡർ റിട്രാക്ട് ചെയ്ത് നമ്മൾ താഴോട്ട് വരെ നിർത്തുന്നതിനാണ് നമ്മൾ ആക്റ്റീവ് ഹാങ് എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് ഹാങ്. പാസീവ് ഹാങ്ങിൽ നമ്മൾ നിൽക്കുക. ദെൻ വൺസ് സ്റ്റഡി ആയതിനു ശേഷം ബ്രിങ് യുവർ ഷോൾഡേഴ്സ് ഡൗൺ. കണ്ടോ, ദിസ് ഇസ് ആക്റ്റീവ് ഹാങ്. Again going to passive hang, again active hang, bring your shoulders hang, നമ്മുടെ എൽബോസ് ഇയേഴ്സിൻ്റെ അവിടെ എത്തും. ആക്റ്റീവ് ഹാങ് കണ്ടോ, ദിസ് ആക്റ്റീവ്, അതിൽ സ്റ്റേ ചെയ്യുക. ദിസ് ഇസ് കോൾഡ് ആക്റ്റീവ് ഹാങ്. നമ്മൾ ഹാങ്ങിങ് നോക്കി അതിൻ്റെ കുറച്ച് സേഫ്റ്റി ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും നമ്മൾ ഹാങ് ചെയ്യാനായിട്ട് കുറച്ച് നല്ല ഉറപ്പുള്ള ഓവർ ഹെഡ് ബാറ്, നമ്മൾ ബ്രാഞ്ചസ് നോക്കുകയാണെങ്കിൽ ബ്രാഞ്ചസ് എല്ലാം നല്ല ഉറപ്പുണ്ടായതിനു ശേഷം മാത്രം നിങ്ങൾ ഹാങ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് പൊട്ടി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ താഴെ നിങ്ങൾ സപ്പോർട്ട് ഉപയോഗിക്കുക, ക്യാൻ ബി എ സ്റ്റൂൾ എന്തെങ്കിലും. അപ്പോൾ അങ്ങനെ സപ്പോർട്ട്സ് ഉണ്ടെങ്കിൽ ആ സപ്പോർട്ട്സ് ഉപയോഗിക്കുക. അത് ഉപയോഗിച്ചിട്ട് വേണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാങ്ങിങ് ആയിട്ട് പിടിക്കാനായിട്ട്. വൺസ് അതിൽ നിന്നതിന് കംഫർട്ടബിൾ ആയതിനു ശേഷം മാത്രം കാലതിൽ നിന്ന് മാറ്റിയിട്ട് ഹാങ് ചെയ്യുക. സോ പിന്നെ മൂന്നാമെന്ന് പറയുന്നത്, ആരെങ്കിലും പ്രഗ്നൻ്റ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും കൺസൾട്ട് യുവർ ഫിസിഷ്യൻ, ഡോക്ടർ ബിഫോർ ഡൂയിങ് എനി കൈൻഡ് ഓഫ് എക്സസൈസ് ഓർ ആക്ടിവിറ്റീസ്. നമ്മുടെ എന്താണ് കണ്ടീഷൻസ് നോക്കിയിട്ട് അത് കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രം ഈ ആക്റ്റീവ് ഹാങ്സും പാസീവ് ഹാങ്സും എല്ലാ ഹാങ്സും ചെയ്താൽ മതി. ഓക്കെ, സോ ദീസ് ആർ ദ സേഫ്റ്റി ടിപ്സ് ബിഫോർ യു ഡു ഹാങ്. ഡെഡ് ഹാങ്സ് is fantastic for improving your grip strength and endurance. So first benefit, the benefits of dead hang ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇതിൽ ഏറ്റവും വെരി ഇമ്പോർട്ടൻറ്റ് ബെനിഫിറ്റ് ആണ് നമ്മുടെ ഗ്രിപ്പ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഗ്രിപ്പ് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി വരുന്ന ആക്ടിവിറ്റീസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ സാധനം വാങ്ങാൻ പോകുന്നതോ, നമ്മൾ സാധനം ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതോ, ലൈക്ക്
പെൻസിൽ ഹോൾഡ് ചെയ്യാനായിട്ടോ എന്തെങ്കിലും ഒരു പുള്ളിങ് മൂവ്മെൻറ്റ്സിനോ എല്ലാത്തിനും നമ്മുടെ ഗ്രിപ്പ് സ്ട്രെങ്ത് ഇസ് വെരി എസെൻഷ്യൽ. സോ നമ്മൾ ഡേ ബൈ ഡേ ഏജ് ആകുമ്പോഴത്തേക്ക് ഗ്രിപ്പ് സ്ട്രെങ്ത് കുറഞ്ഞു കുറഞ്ഞു വരും. അതുപോലെ തന്നെ പലർക്കും ഗ്രിപ്പ് സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും. ഇത് ഡ്രാസ്റ്റിക്കലി അത് ഇമ്പ്രൂവ് ചെയ്യും. നിങ്ങളത് കണ്ടിന്യൂസ്ലി ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഇറ്റ് ഡ്രാസ്റ്റിക്കലി ഇംപ്രൂവ്സ് ദ ഗ്രിപ്പ് സ്ട്രെങ്ത് അലോട്ട്. സോ ഞാൻ എൻ്റെ ടോപ്പിക്കിനകത്ത് പറഞ്ഞേക്കുന്നത് ഡെഡ് ഹാങ് നമ്മളെ രക്ഷിക്കാൻ സഹായിക്കുന്നതാണ്. അത് സത്യം തന്നെയാണ്. അത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ലാൻസെറ്റ് റിസർച്ചിനകത്ത് ഒരു റിസർച്ച് സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു അബൌട്ട് ഗ്രിപ്പ് സ്ട്രെങ്ത്. അവർ ഏകദേശം 172,000 ഗ്രിപ്പ് മെഷർമെൻറ്റ്സ്, ആക്ച്വലി ഗ്രിപ്പ് സ്ട്രെങ്ത്തിൻ്റെ മെഷർമെൻറ്റ്സ് അക്രോസ് 17 ഡിഫറെൻറ്റ് കൺട്രീസിൽ അവരെടുത്തിട്ടുണ്ടായിരുന്നു ആ സ്റ്റഡിക്കകത്ത്. അതിനകത്ത് അവരത് ഈ കാര്യങ്ങൾ പഠിച്ചായിരുന്നു. എന്തായിരുന്നു ഞാൻ പറഞ്ഞുതരാം. അവർ പഠിച്ചതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എടുത്ത അസറ്റ്സിൻ്റെ മെഷർമെൻറ്റ്സും അവരുടെ ഇൻസിഡൻറ്റ് ഓഫ് ഡെത്തും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവർ പഠിച്ചു. അപ്പോൾ അവർ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രിപ്പ് സ്ട്രെങ്ത് കുറവുള്ളവർക്ക് ഏറ്റവും കൂടുതൽ സംഭവിച്ചിട്ടുള്ള ഈ കാർഡിയോവസ്കുലർ ഈ മോർട്ടാലിറ്റി കൂടുതലായിരുന്നു. അതായിരുന്നു ആ സ്റ്റഡിയിൽ നിന്ന് വന്നത്. സോ ബേസിക്കലി അത് ആക്ച്വലി ഈ കാർഡിയോവസ്കുലർ ഇത് ഇംപ്രൂവ് ചെയ്യും എന്നാണ് ഈ സ്റ്റഡിയിൽ നിന്ന് മനസ്സിലാക്കിയത്. സോ ദ ഗ്രേറ്റർ യുവർ ഗ്രിപ്പ് സ്ട്രെങ്ത് വിച്ച് ഇസ് ആക്ച്വലി ഗുഡ് ഫോർ യു, ലോങ്ങർ യു ലീവ് വിത്തൗട്ട് ഈ കാർഡിയോവസ്കുലർ ഇഷ്യൂസ് ഒന്നും വരാതെ നമുക്ക് ജീവിക്കാൻ വേണ്ടി സഹായിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം. അത് ഈ റിസർച്ചിനായിട്ട് സ്റ്റഡി ചെയ്തതാണ്. ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് കൊടുത്തേക്കാം. ഇഫ് യു വാണ്ട് ടു ഗോ ത്രൂ ദാറ്റ് യു ക്യാൻ ഗോ ത്രൂ ദാറ്റ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അബൌട്ട് ദ റിസർച്ച്. ഷോൾഡർ ഹെൽത്ത് ആൻഡ് മൊബിലിറ്റി. സോ ഈ ഡെഡ് ഹാങ്സ് ഇറ്റ് ഹെൽപ്സ് വണ്ടേഴ്സ് ഓൺ ഷോൾഡർ ഹെൽത്ത് ആൻഡ് മൊബിലിറ്റി. നമ്മുടെ ഷോൾഡറിൻ്റെ കംപ്ലീറ്റ് ഹെൽത്തിന് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇതാണ്. സോ അതൊരു ഭയങ്കര രണ്ടാമത്തെ ഒരു ബെനിഫിറ്റാണ്. ഷോൾഡറിൻ്റെ ഹെൽത്തും മൊബിലിറ്റീനെയും അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഡെഡ് ഹാങ്. ഇന്ന് പലർക്കും ഈ പറയുന്ന പോലെ ഒരു ടീഷർട്ട് നമുക്ക് കൈ പൊക്കി ഇടാനും ഒരു സാധനം ഇങ്ങനെ അവിടെ നിന്ന് എടുക്കാനും എല്ലാം നമ്മുടെ ഷോൾഡറിൻ്റെ മൊബിലിറ്റി ഭയങ്കര ഇഷ്യൂസാണ്. നമുക്ക് കൈ പൊക്കാൻ കൂടെ പറ്റില്ല. നിങ്ങൾക്ക് തന്നെ നോക്കാം എത്ര പേർക്ക് ഒരു പ്രശ്നമില്ലാതെ കൈ ഇങ്ങനെ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ചെവിയുടെ അടുത്ത് വരെ പൊക്കാൻ പറ്റും നോക്കാം, കംപ്ലീറ്റ്ലി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കാം ബാക്കിലോട്ട്. എല്ലാവർക്കും പ്രയാസം ഉണ്ടാവും. അത് നമ്മൾ ഇരിക്കുന്ന പോസ്ചർ, നമ്മൾ ജോലി ചെയ്യുന്ന എല്ലാത്തിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഷോൾഡറിൻ്റെ മൊബിലിറ്റി ഭയങ്കരമായിട്ട് കുറയും. സോ ഇത് അതുപോലെ തന്നെ ലാറ്റ്സ്, ബാക്ക് മസിൽസ്, ഇതെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്താലേ ഇതിനെ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. സോ നമ്മൾ ഡെഡ് ഹാങ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യും, ലാറ്റ് മസിൽസിൻ്റെ സ്ട്രെങ്ത് കൂട്ടും. സോ ഡേ ബൈ ഡേ നമുക്ക് ഷോൾഡർ നല്ല ഫ്ലെക്സിബിളായി വരും. പിന്നെ ഷോൾഡേഴ്സിലെ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി ഒന്നും വരാതിരിക്കാനായിട്ട് സഹായിക്കും. സോ ഇത് ഭയങ്കരമായൊരു എക്സസൈസ് ആണ്. ഇഫ് യു സ്റ്റാർട്ട് ടു പ്രാക്ടീസ് എവറി ഡേ ദാറ്റ് വിൽ ബി ഗുഡ് ഫോർ യു. അടുത്ത ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്പൈനൽ ഡീകംപ്രഷൻ ആൻഡ് പോസ്ചർ കറക്ഷൻ. സോ ഡെഡ് ഹാങ് സ്പൈനലിനെ ഡീകംപ്രസ് ചെയ്യാനും പോസ്ചർ കറക്ഷനും ഹെൽപ്പ് ചെയ്യും. എങ്ങനെയെന്ന് അറിയാം, നമ്മളെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ ഏറ്റവും വലിയ ഇഷ്യൂ ആണ് നമ്മൾ ലൂസ് വർക്കിംഗ് ഓൺ ഡെസ്ക് ജോബ്സ് അല്ലെങ്കിൽ ലാപ്ടോപ്സിൻ്റെ നേരെ ഒരുപാട് നേരം ഇരിക്കുന്ന ആൾക്കാർ, ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ. സോ അവരുടെയൊക്കെ സ്പൈൻ കംപ്രസ് ആവും കണ്ടിന്യൂസ് ഇരിക്കുന്ന സമയത്ത്. സോ ഡെഡ് ഹാങ് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ഡെഡ് ഹാങ് ചെയ്യുന്ന സമയത്ത് ഇത് ഫ്ലെക്സിബിളായി എലോങ്ങേറ്റായി ഡീകംപ്രസ് ചെയ്യാനായിട്ട് സഹായിക്കും സ്പൈനിനെ, വിച്ച് ഇസ് അഗെയിൻ എ വെരി ഗുഡ് തിങ്. നമുക്ക് കുറേ ഇഷ്യൂസ് അത് കാരണം മാറി കിട്ടും ബേസിക്കലി ഡെഡ് ഹാങ് ചെയ്യുമ്പോൾ. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ പോസ്ചർ കറക്ഷൻ. നമ്മളിപ്പം പലരെ ശ്രദ്ധിച്ചാൽ മതിയാവും, നമ്മൾ ഈ കണ്ടിന്യൂസ് ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഹഞ്ച് ബാക്ക് ഡെവലപ്പ് ചെയ്യും. ഹഞ്ച് ബാക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂനൽ പോലെ ഇരിക്കും. നമ്മളെ പോസ്ചർ ഇരുന്നിരുന്ന് നമ്മളിങ്ങനെ ലാപ്ടോപ്പിലോട്ടോ എന്തെങ്കിലും ചെയ്യുന്നു, നമ്മളിങ്ങനെ ഇരുന്നിരുന്ന് ഈ ഹഞ്ച് ബാക്ക് പോലെ ഡെവലപ്പ് ചെയ്യും. സോ ഈ ഹഞ്ച് ബാക്കിനെ എലിവേറ്റ് ചെയ്യാനായിട്ട് ബെസ്റ്റ് ഓപ്ഷനാണ്. നമ്മൾ ഡെഡ് ഹാങ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ പോസ്ചർ കറക്റ്റ് ആവും, ലാറ്റ് മസിൽസ് ബാക്ക് മസിൽസ് എല്ലാം എൻഗേജ് ആവും, ഷോൾഡറിൻ്റെ മൊബിലിറ്റി കറക്റ്റ് ആവും. സോ ഹഞ്ച് ബാക്ക് എന്നൊരു അത് ഉണ്ടാവത്തേ ഇല്ല നമ്മൾ കണ്ടിന്യൂസ്ലി ഡെഡ് ഹാങ്. അപ്പം നമ്മൾ ഈ കണ്ടിന്യൂസ് ജോബ് ചെയ്യുന്ന ആൾക്കാർ ഇഫ് യു സ്റ്റാർട്ട് ഡൂയിങ് ദ ഡെഡ് ഹാങ് ഡെയിലി അറ്റ്ലീസ്റ്റ് 5 minutes 90 seconds ഹോൾസ് ഇൻ മൾട്ടിപ്പിൾ ഇൻ്റർവെൽസിൽ ചെയ്യുന്ന സമയത്ത് ഇത് എലിവേറ്റ് ആയി അവർക്ക് ബേസിക്കലി ഉണ്ടാകുന്ന ബാക്ക് ഇഷ്യൂസ് എല്ലാം മാറി കിട്ടാനായിട്ട് സഹായിക്കും. സോ സ്പൈനലിൻ്റെ ഡീകംപ്രഷൻ ചെയ്യുമ്പോൾ തന്നെ ആ ബാക്ക് ഇഷ്യൂസ് തന്നെ ഒരു പരിധി വരെയുള്ള ബാക്ക് ഇഷ്യൂസ് ഇത് മാറ്റാനായിട്ട് സഹായിക്കും. അടുത്ത ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ മസിൽസിനെ ഇത് സ്ട്രെങ്തൻ ചെയ്യും. സോ സ്റ്റാർട്ടിങ് വിത്ത് അപ്പർ ബാക്ക്, ഷോൾഡേഴ്സ്, കോറ്, ഫോർ ആം, ഹാൻഡ് ആൻഡ് റിസ്റ്റ് ഫ്ലെക്സേഴ്സ്. സോ ഇത്രയും കാര്യങ്ങൾ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യും നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക്. പിന്നെ അഡീഷണൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, സോ ദോസ് ആർ ബിഗിനേഴ്സ്, ഈ ഫിറ്റ്നസ്സിനകത്ത് കിങ് ഓഫ് എക്സസൈസസ് എന്ന് പറയുന്നത് പുൾ അപ്പ് ആൻഡ് സിൻ അപ്പ്. സോ അതിൻ്റെ ഫൗണ്ടേഷൻ എക്സസൈസ് ആണ് ഡെഡ് ഹാങ് എന്ന് പറയുന്നത്. സോ ബിഗിനേഴ്സിന് നിങ്ങൾക്ക് ഒരു പുള്ളപ്പോ ഒരു ചിന്നപ്പോ ഒന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ
you can just start by doing a dead hang. So dead hang ചെയ്യുമ്പോൾ തന്നെ it actually strengthens, ഞാൻ നേരത്തെ പറഞ്ഞ മസിൽസിനെ എല്ലാം സ്ട്രെങ്തൻ ചെയ്യാൻ തുടങ്ങും. So day by day, once you start doing it, it improves the strength, and then you will help you to get to your chin-ups and pull-ups. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതിൻ്റെ വേരിയേഷൻസ്, ആക്റ്റീവ് ആൻഡ് പാസീവ് ഹാങ്സ്. സോ ബിഗിനേഴ്സിന് ആക്റ്റീവ് ആൻഡ് പാസീവ് ഹാങ്സും കൂടെ ചെയ്യുക, അവരുടെ വർക്കൗട്ട് റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുക. സോ വൺസ് യു ഡൂ ദാറ്റ്, ദെൻ നമുക്ക് പുള്ളപ്പ് ചെയ്യാനും ചിന്നപ്പ് ചെയ്യാനും ഇറ്റ് വിൽ ബിക്കം ആൻ ഈസി തിങ് once you start doing the dead hangs into and taking that dead hang into your routine. Okay. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്ക് ഡെഡ് ഹാങ് ഇസ് സംതിങ് വെരി ബെനിഫിഷ്യൽ. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ യു ബ്രിങ് ദാറ്റ് ഇൻ ടു യുവർ ഫിറ്റ്നസ് റൂട്ടീൻ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എവിടെ വേണം ഹാങ് ചെയ്യാം. ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് നല്ല ഉറപ്പുള്ളൊരു സ്ഥലമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സോ അത് കൊണ്ടുവന്നിട്ട് എന്താണ് നിങ്ങൾക്ക് വരുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ഇഫ് യു ഓൾറെഡി ഡൂയിങ് ദിസ്, കമൻറ്റ് യുവർ എക്സ്പീരിയൻസ് ഓൺ ഡെഡ് ഹാങ്. എങ്ങനെ ഉണ്ടായിരുന്നു, എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായിരുന്നു. പിന്നെ പേഴ്സണലി ഞാൻ പറയാം, എനിക്ക് ഷോൾഡറിനകത്ത് പലപ്പോഴും ഇഞ്ചുറി വരുന്ന സമയത്ത് ഐ ആക്ച്വലി കൈൻഡ് ഓഫ് ഡു ദിസ് ഡെഡ് ഹാങ്സ് വിച്ച് ആക്ച്വലി ഹെൽപ്പ് മീ എ ലോട്ട്. നമ്മുടെ പല ഇഞ്ചുറീസ് ഓൺ ദ ഷോൾഡേഴ്സിനെ കുറേ കഴിയുമ്പോഴത്തേക്ക് ഒരു ഫിസിയോ പോലെ ഇറ്റ് ഹെൽപ്സ് എ ലോട്ട് ഇൻ റിക്കവറിങ് ദാറ്റ് ആൻഡ് മേക്കിംഗ് ദ ഷോൾഡേഴ്സ് ഈവൻ ഗുഡ് ഓൺ ദ ഷോൾഡർ പാർട്ട്. സോ അതാണ് ഡെഡ് ഹാങ് എന്നുള്ളത്. സോ കമൻറ്റ് ചെയ്യുക. If you're already doing അതിൻ്റെ കാര്യങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. സോ എവറി വൺ ക്യാൻ ഗെറ്റ് ദ ബെനിഫിറ്റ് ഔട്ട് ഓഫ് ദാറ്റ്. സോ യുവർ എക്സ്പീരിയൻസസ് കമൻറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് നിങ്ങൾക്ക് മാറി കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. സോ കമൻറ്റ് ഓൺ ദാറ്റ്. ഓക്കെ. പിന്നെ if you like my video, don't forget to comment, subscribe, like, share for more fitness tips. ഞാൻ പിന്നെ റിസർച്ച് ആർട്ടിക്കിൾസ് ഡെഡ് ഹാങ്ങിനെ കുറിച്ചുള്ള അതിൻ്റെ അഡ്വാൻറ്റേജ് ബെനിഫിറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ ലാൻസെറ്റ് റിസർച്ചിൻ്റെ ആർട്ടിക്കിൾസ് എല്ലാം താഴെ കൊടുത്തേക്കാം. സോ ഇഫ് യു വാണ്ട് ടു ഗോ ത്രൂ ദാറ്റ്, understand more on that, go through the links given below. So thanks for watching. Until next time, stay healthy, stay fit. Bye.